മെഷീൻ എന്ന് പറയുന്ന രണ്ടെണ്ണം. അതുകൂടാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഏതാണ്ട് 60% ഇപ്പം തന്നെ ബൈബാക്ക് അറേഞ്ച്മെൻറ്റ് കമ്പനികൾ ആയിട്ടുണ്ടാക്കി. മെഷറി സപ്ലൈ ചെയ്യുന്ന കമ്പനിയും കയർ കോർപ്പറേഷനുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണാപത്രം എന്ന് പറയുന്നത് ഇവിടെ എത്ര ഉൽപ്പാദനം വന്നാൽ ആ ഉൽപ്പാദനത്തിൻ്റെ 60% അവർ ഉൽപ്പാദിക്കും. മുഴുവനും എടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ കയർ കോർപ്പറേഷൻ മിഷനറിയുടെ വിദേശ ഈ 23-നാണ് വരുന്നത്. ഈ 23-ന് കേരളത്തിൽ ഷിപ്മെൻ്റ് എത്തും. പ്രാദേശിക മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ 60%-ത്തിനെ ഒരു സാറിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം 40% നമുക്കിവിടെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ 40% പോരാതെ വരും. നമുക്ക് ചിലപ്പോൾ മുഴുവനും നമുക്ക് തന്നെ കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. എങ്കിലും ഒരു പരീക്ഷണം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ ബൈബാക്ക് അറേഞ്ച്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കയർ മേഖലയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. 40 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടുള്ള വിവിധ സംരംഭങ്ങളാണ്. ഇപ്പോൾ ടഫ്റ്റഡ് മാറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് ഒരു ആയുർവേദിക് ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ഇവിടെ ബെഡ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൂടാതെ ആ ബെഡിന് ആവശ്യമായി വരുന്ന ഉപയോഗിക്കേണ്ട കേൺ ഫൈബർ എന്ന് വെച്ചാൽ ചുരുട്ട് കയർ, അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക. പിന്നീട് ഡീഫൈവറിങ് മില്ല് ഇവിടെ സ്ഥാപിക്കും. ഡീഫൈവറിങ് മില്ല് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ തൊണ്ട് നമ്മളിവിടെ സംഭരിക്കും. ഇവിടെ തന്നെ നമ്മൾ ഫൈബർ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ആ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈബർ ഇവിടുത്തെ ആവശ്യത്തിന് നമ്മളിവിടെ വിനിയോഗിക്കുക. അത് വിനിയോഗിക്കുന്നത് കൂടാതെ അധികം വന്നാൽ നമ്മളത് മറ്റ് സൊസൈറ്റികൾക്ക് വിതരണം ചെയ്യുക. ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കയർ കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ഇവിടെ. ഇപ്പോൾ കയർ കോർപ്പറേഷൻ്റെ ഞങ്ങളുടെ ഇപ്പോഴത്തെ കയറ്റുമതിയുടെ കാര്യത്തിലും വളരെയധികം വർധനമുണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത്, അതായത് 2009-2010 സാമ്പത്തിക വർഷത്തെ കയറ്റുമതി കയർ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് കയർ കോർപ്പറേഷൻ, മറ്റൊന്ന് ഫോർമാറ്റിങ്സ്, പിന്നെ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയായ കയർഫെഡ്. ഈ 3 സ്ഥാപനങ്ങൾ കൂടി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ മാത്രം കയറ്റുമതി. അത് ഇയർലി ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ 9-10 സാമ്പത്തിക വർഷത്തിലേക്ക്. അത് ഈ വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 4,34,00,000 രൂപയോളം കയറ്റുമതി ആയിക്കഴിഞ്ഞു. ഈ വർഷത്തെ ഒരു ടാർഗറ്റ് ഞാൻ കൊടുത്തിരുന്നത് 5 കോടിയായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല, വിവിധ കാരണങ്ങളുണ്ട്. എങ്കിലും കാലക്രമേണ ഇത് കയറ്റുമതിയുടെ കാര്യത്തിനും വർധനം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇങ്ങനെയുള്ള പ്രോജക്റ്റ് വരുമ്പോൾ കയറ്റുമതി ഉറപ്പായിട്ട് ഇപ്പോൾ ഈ ഉൽപ്പന്നം ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് തന്നെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഏറ്റെടുത്താണ്. ഞങ്ങൾക്ക് ഒരുപാട് ഓർഡറുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും പിന്നെ ഞാൻ തന്നെ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റ് ഈ പ്രോഡക്റ്റ് നമ്മൾ വേറെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ കയർ കോർപ്പറേഷൻ? കയർ കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതേസമയം മറ്റ് പ്രൈവറ്റ് സ്വകാര്യ മേഖലയിൽ കുറേ അധികം എക്സ്പോർട്ട് ചെയ്യുകയാണ്. അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ സഹകരണ സംഘങ്ങളിലും ചില സഹകരണ സംഘങ്ങൾ, പക്ഷേ അത് ഇൻഡിജിനിയസ് ആണ്. കാര്യം ഇന്ത്യയിൽ നിർമ്മിച്ച മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനമാണ്. എങ്കിലും അതിന് പോലും നല്ല മാർക്കറ്റാണ്. ഇത് വിദേശ മാർക്കറ്റിൽ ഏറ്റവും പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കീപ്പപ്പ് ചെയ്ത് ഉൽപ്പാദനം കൂടുതൽ ഉണ്ടാക്കുവാനും വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു മെഷീനറിയാണ് നമ്മളിപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി കൂടുതലും ആവശ്യക്കാർ ഏതൊക്കെ രാജ്യങ്ങൾ? യൂറോപ്യൻ കൺട്രീസ് ഏറ്റവും പ്രധാനമായിട്ട്, അതുപോലെ തന്നെ അമേരിക്ക, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ഏറ്റവും നല്ല മാർക്കറ്റാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഞാൻ തന്നെ
ഈ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നടത്തിയിട്ടുള്ള യാത്രയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ കൂടുതൽ ഓർഡർ നമുക്ക് കിട്ടാൻ കഴിയും. അപ്പം അവിടെ ഞങ്ങൾ ഈ പല എക്സിബിഷൻ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾ പങ്കെടുക്കും. അപ്പോൾ ആ എക്സിബിഷൻ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരുപാട് പല ആളുകൾ ഇതിൻ്റെ ആവശ്യക്കാർ വരുന്നു, നമ്മളവിടെ എക്സിബിറ്റ് ചെയ്യുന്നു, അവർ ഓർഡർ തരുന്നു, അതനുസരിച്ച് നമ്മളിവിടെ കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ 3 സ്ഥാപനങ്ങൾ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു. അതായത് കയർ കോർപ്പറേഷന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കയർ കോർപ്പറേഷനാണ്. അതുപോലെ തന്നെ കയർ കോർപ്പറേഷനാണ് മറ്റ് എക്സ്പോർട്ടേഴ്സിന് ഹാൻഡ്ലൂം പ്രോഡക്ട്സ് ഏറ്റെടുത്ത് കൊടുക്കുന്നത്. ആ ഹാൻഡ്ലൂം പ്രോഡക്ട്സ് മാത്രം ഞങ്ങളുടെ ഇപ്പോഴത്തെ വിറ്റുവരവെന്ന് പറയുന്നത് ഏതാണ്ട് 107 കോടി രൂപ അധികം ആയി. നേരത്തെ ഉണ്ടായിരുന്ന ഏതാണ്ട് 50 കോടി രൂപയോളം ഉണ്ടായിരുന്നത് അത് ഇരട്ടിയിലധികമായിരിക്കുന്നു. അതുപോലെ പിന്നെ അത് ഹാൻഡ്ലൂം പ്രോഡക്റ്റാണ്. ഇതല്ല ഹാൻഡ്ലൂം പ്രോഡക്റ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അത്രമാത്രം വർധനവ് ഈ രംഗത്ത് കയർ മേഖല ഉണ്ടാക്കിയെടുക്കാൻ വലിയൊരു ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വലിയ ദോഷമില്ലാത്ത തരത്തിൽ പോകുന്നു. ഏതായാലും ഇതുപോലെയുള്ള പുത്തൻ സംരംഭങ്ങൾ വരുമ്പോൾ കയർ മേഖലയിലെ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ഇവിടുത്തെ തൊഴിലാളികളാണ്. അപ്പോൾ ആ തൊഴിലാളികൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കയറിനൊരു സങ്കല്പം ആലപ്പുഴയായിരുന്നു, പക്ഷേ ഇവിടേക്ക് വന്നത് ആലപ്പുഴയിൽ സ്ഥലം ലഭ്യമായത് ഏനാദിമംഗലത്തെ കിൻഫ്ര പാർക്കിൽ സ്ഥലം ലഭ്യമായി എന്നുള്ളതുകൊണ്ട് ഇതുപോലൊരു സംരംഭം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ കയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ കയറ്റുമതിയും മറ്റ് സൊസൈറ്റികളും മറ്റുമുള്ളത് ആലപ്പുഴയും ആ തീരദേശ മേഖലകളിലാണ്. പക്ഷേ എന്നിരുന്നാലും സ്ഥല സൗകര്യം കിട്ടിയപ്പോൾ നമ്മളിവിടെ ആരംഭിച്ചു എന്നുള്ളതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ചില ആളുകൾ എന്നെ വിമർശിക്കുന്നു. അങ്ങനെ ഒരു ആരോപണം ഈ അടുത്ത സമയത്ത് തോമസ് ഐസക്കിൽ നിന്ന് തന്നെ ഒരു ആക്ഷേപം ഇങ്ങനെ പത്രത്തിൽ എനിക്ക് വായിക്കാൻ കോന്നിയിൽ പിന്നെ തെങ്ങില്ലാത്ത നാട്ടിൽ എന്തിനാണ് ഇത്. പക്ഷെ പുള്ളി ഒരു സങ്കുചിതമായ ഒരു ചിന്തയിലേക്ക് പോകരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഇല്ലാത്തൊരിടത്ത് കൊണ്ടുവരുമ്പോഴല്ലേ അവിടെ വികസനം ഉണ്ടാകുന്നത്. അല്ല, അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണനം നടത്തുമ്പോൾ നമ്മളെപ്പോഴും ആലപ്പുഴയിലുണ്ട്, ആലപ്പുഴ പോയി വാങ്ങിക്കോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ കയർ ഫെയർ 2 വർഷമായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നടത്തി. അത് കോന്നിയായിരുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ നടത്തി. പക്ഷേ അവിടുത്തെ 10 ദിവസത്തെ വിറ്റുവരവ് ഏറ്റവും കൂടുതലാണ്. അത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും സൊസൈറ്റികളാണെങ്കിലും പങ്കെടുത്ത എല്ലാവർക്കും ആ കാര്യത്തിൽ സന്തോഷമാണ്. കാര്യം അവിടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ ഒരു വർഷത്തിൽ ഇത്രയും സൗകര്യങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സാധ്യതയായി അവരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇത് തൊഴിലാളികൾക്ക് ദോഷകരമായിട്ട് വരുത്തും. തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ള മാർക്കറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ശരിക്കും അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ തൊണ്ട് കളക്ട് ചെയ്യുമായിരിക്കുമല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തൊണ്ട് കളക്ട് ചെയ്യാതെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൊണ്ട് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല സ്കീം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു തൊണ്ടിന് തന്നെ നല്ല വില കൊടുക്കാൻ പോവുക. അപ്പോൾ നല്ല വില ലഭിക്കുമ്പോൾ അത് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക്, അതിവിടെ എത്തിക്കുന്ന ആളുകൾക്ക് ഒക്കെ തന്നെ നല്ല വില അതിന് കിട്ടുക. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ഉള്ള തൊണ്ട് ബഹുഭൂരിപക്ഷം എടുത്ത് കത്തിച്ച് കളയുക. ഇവിടുത്തെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 600 കോടി തേങ്ങ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ 600 കോടി തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഒരു 300 കോടി തേങ്ങ നമുക്ക് കിട്ടിയാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ഫൈബർ കയറ്റുമതി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഉൽപ്പാദനവും കയറ്റുമതി ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 2.25 ലക്ഷം ടൺ ഫൈബറാണ് നമുക്ക് ആവശ്യം, ജൈവജാല ആവശ്യം. അതിലിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നേരത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുണ്ട് 25,000-30,000 മാത്രമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് ഏതാണ്ട് 40,000-ലധികം വർദ്ധിപ്പിച്ചു. അടുത്ത വർഷത്തേക്ക് നമ്മൾ നോക്കുന്ന 1 ലക്ഷത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കും.